ഒരു രൂപ പോലും കയ്യിൽ നിന്ന് ചിലവാക്കാതെ 100% ക്യാഷ്ലെസ് കിട്ടുന്ന പ്ലാൻസ് ഇപ്പം മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു ബെറ്റർ പ്ലാനിലേക്ക് പോർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, പോർട്ട് ചെയ്യുന്ന കമ്പനിയോട് ഇതുവരെയുള്ള നമ്മുടെ എല്ലാ ഹെൽത്ത് ഹിസ്റ്ററിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കില്ല, ഹോസ്പിറ്റലൈസേഷനോ സർജറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പുതിയ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ അറിയിക്കണം. അറിയിക്കുമ്പോൾ അവർ അതിൻ്റെ ഒക്കെ വെയിറ്റിംഗ് പീരീഡ് എടുത്ത് കളഞ്ഞിട്ട് അതേ കണ്ടിന്യൂറ്റി ബെനിഫിറ്റ് നമുക്ക് തരും. മറിച്ച് നമ്മൾ ഇതൊന്നും അവരോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലെയിം വന്നാൽ ഉറപ്പായിട്ടും ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം റിജക്റ്റ് ചെയ്യും. 2, ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പോർട്ട് ചെയ്യരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊരു മുട്ടുവേദനയായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുകയാണ് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 2.5 ലക്ഷം രൂപയോളം ബില്ല് വരും. നമ്മുടെ പോളിസി ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ഒരുപാട് പോരായ്മയുണ്ട്. ഇതിൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. നോക്കിയപ്പോൾ റിന്യൂവൽ ഡേറ്റ് അടുത്ത ദിവസം തന്നെയാണ്. സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? റിന്യൂവലിൻ്റെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലാനിലേക്ക് പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ പോർട്ട് ചെയ്തിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചാൽ ആ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഇൻഷുറൻസ് കമ്പനി ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചോദിക്കും. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എപ്പോഴാണ് എടുത്തത്? റിന്യൂവലിന് മുൻപ്. ഇത് കാണുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് മനസ്സിലാവും നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ക്ലെയിം ഉറപ്പായിട്ട് അവർ റിജക്റ്റ് ചെയ്യും.